Hello my dear students, welcome to online Smith's classroom. Okay. ഹലോ. അപ്പോൾ എല്ലാവർക്കും പാസ്കൽസിലൊക്കെ വളരെ ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ പാസ്കൽസിലും നമ്മൾ പറഞ്ഞു ഒരേ ഹൈറ്റിൽ ഉണ്ടാവുന്ന ലിക്വിഡിൻ്റെ പ്രഷർ, ഫ്ലൂയിഡിൻ്റെ പ്രഷർ എപ്പോഴും സെയിം ആയിരിക്കും. ഇനി ഒരേ ഹൈറ്റിൽ നമ്മളവിടെ പ്രത്യേകം പറയുമ്പം തന്നെ ഡിഫറെൻറ്റ് ഹൈറ്റിൽ എന്തോ ഒരു വേരിയേഷൻ ഉണ്ട് എന്നൊരു മീനിങ് കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അതെങ്ങനെ വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് കൂടുന്തോറും ആ വേരിയേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ളതാണ്. ഓക്കെ. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ടെക്സ്റ്റൊക്കെ ഒന്ന് വായിക്കണേ. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യുക. ഈ സിലിണ്ടറിനകത്തേക്ക് ഒരു സ്മോൾ സിലിണ്ടർ നമ്മളേക്ക് ഇറക്കി വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ സ്മോൾ സിലിണ്ടർ ഇറക്കി വയ്ക്കുമ്പം അതിന് രണ്ട് ഫേസ് ഉണ്ട് അല്ലേ? മുകൾ ഭാഗവും താഴ്ഭാഗവും. മുകൾ ഭാഗത്തിന് നമ്മൾ 1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രഷർ P1 ആയിട്ട് വരും. താഴെയുള്ളത് 2 എന്ന് കൊടുക്കും. സോ അവിടുത്തെ പ്രഷർ P2 ആയിട്ട് വരും. ഇത്രയും കൺസിഡർ ചെയ്യാലോ. കൺസിഡർ എ സിലിണ്ടർ ഹാവിങ് എ ലിക്വിഡ്. ഓക്കെ. ദെൻ കൺസിഡർ another small cylinder and dip it into that fluid. At that time the pressure at the upper side will be P1 and the pressure at the lower side will be P2. ഇത്രയും പറയാലോ. ഓക്കെ. ഇനി ഈ 1 സൈഡും സെക്കൻഡ് സൈഡും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് H ആണ്. ഓക്കെ. H ആണ്. ഇവിടെ P1 P2 ഇവിടെ H. ഇനി ഈ ഒരു സിലിണ്ടറിൻ്റെ വെയിറ്റ് എന്തായിരിക്കും? വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക? W=mg അല്ലേ? വെയിറ്റ് =mg. വെയിറ്റ് എപ്പോഴും താഴോട്ടായിരിക്കും അപ്ലൈ ചെയ്യുക. അതിലെന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ ഐസക് ന്യൂട്ടൻ്റെ കഥയൊക്കെ അറിയാമല്ലോ അല്ലേ? ആപ്പിൾ താഴോട്ടാണ് വീണത്. എന്തുകൊണ്ടാണ്? വെയിറ്റ് എപ്പോഴും താഴോട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് mg താഴോട്ടാണ്, P1 അപ്പർ സൈഡിലേക്ക്, P2 താഴേന്ന് മുകളിലേക്ക്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നത് h ആണ്. ഇത്രയും പോർഷൻസ് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് P2 - P1 = h ρg ആയിരിക്കും. ഓക്കെ. ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതിൻ്റെ ഡെറിവേഷൻ ഉണ്ട് ടെക്സ്റ്റിൽ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. തൽക്കാലം നിങ്ങൾക്ക് ഇത്രയും പോർഷൻസ് ഒന്ന് ക്ലിയർ ആക്കി വയ്ക്കുക. ഇവ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് P2 - P1 എന്ന് പറയുന്നത് h ρgയെ ഡിപ്പെൻഡ് ചെയ്യും. h എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള ഫസ്റ്റ് പോർഷനും സെക്കൻഡ് പോർഷനും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈറ്റ്. ഓക്കെ. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. ഓക്കെ. ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡെൻസിറ്റി ഇപ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി അല്ല നമുക്ക് എന്തിനുണ്ടാവുന്നത്? ഗ്ലിസറിന് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഓരോ ലിക്വിഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് ഡെൻസിറ്റി മാറുന്നുണ്ട്. ഓക്കെ. ദെൻ G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്തിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് P2 - P1 = h ρg ആണ്. ഇത് നമ്മളൊരു ലൈവ് സിറ്റുവേഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു എക്സാമ്പിൾ കാണാം. അപ്പോൾ നമ്മൾ ഇക്വേഷനൊക്കെ കണ്ടില്ലേ? ഇനി ആ എക്സ്പെരിമെൻ്റ് നോക്കി. നിങ്ങളൊക്കെ വീട്ടിൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു കവറിൽ നന്നായി വാട്ടർ എടുക്കുക. എന്നിട്ട് അവിടെ ഞാൻ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹോളിലൂടെ വെള്ളം പാസ് ചെയ്യുന്ന പാത്ത് കണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഡിഫറെൻറ്റ് ഹൈറ്റിലാണ്. അപ്പോൾ വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഹോളാക്കിയത് ഡിഫറെൻറ്റ് ഹൈറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ വാട്ടറിൻ്റെ പാത്തിലൂടെ തന്നെ ഏറ്റവും താഴെയുള്ളത് നല്ല പ്രഷറായിട്ട് നമ്മൾ പ്രഷറൊന്നും കൊടുക്കാത്ത സമയത്ത് തന്നെ നല്ല പാത്തായിട്ട് പോകുന്നുണ്ട്. മുകളിലുള്ളത് അത്ര പ്രഷറിൽ പോകുന്നില്ല. ആ വേരിയേഷൻ ഓഫ് ഡെപ്ത് കാണുന്നുണ്ട്. ഇനി ഒരേ ഹൈറ്റിലുള്ളത് നോക്കിയേ. ഒരേ ഹൈറ്റിലുള്ളത് ഒരേ രീതിയിലാണ് പോകുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത്. പ്രഷർ ആ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രഷർ കൂടുന്നുണ്ട്. അത് ഏത് ഇക്വേഷനിലായിരുന്നു? P2 - P1 = h ρg. അപ്പോൾ എച്ചിനെ ഡയറക്റ്റ് ഡിപ്പെൻഡ് ചെയ്യല്ലേ? അപ്പോൾ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ആ പ്രഷർ ഡിഫറൻസ് മാറുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും.